ഹായ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി മുള്ളങ്കി കൊണ്ടുള്ളതാണ്. മുള്ളങ്കി കൊണ്ടുള്ള ഒരു തോരൻ വെക്കാം. നമുക്ക് എപ്പോഴും തോരൻ റെസിപ്പിയല്ലേ നമുക്ക് കൂടുതലും. അപ്പോൾ ഇത് മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ് ഇതും കൊണ്ട് നമുക്ക് ഇന്നൊരു തോരൻ വെക്കാം. അതിനു വേണ്ടി നമുക്കൊരു 2-3 എടുക്കാം. അതൊന്ന് അതിൻ്റെ ഇലയും തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ, വൃത്തിക്ക് കഴുകിയിട്ട്. അപ്പം ഞാനിതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ടേ വീഡിയോ ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞാനിതൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ഇങ്ങനെ അരിയുന്നെന്ന് കാണിക്കാവേ. ചിലർ ഈ മുള്ളങ്കിക്ക് വെള്ള ക്യാരറ്റ് എന്ന് പറയുന്നത് കേൾക്കാം കേട്ടോ. ക്യാരറ്റല്ല, ഇത് മുള്ളങ്കിയാണേ. ചിലപ്പോൾ എൻ്റെ വായിൽ മുള്ളങ്കിക്ക് വരെ മുസമ്പി എന്നൊക്കെ വരും കേട്ടോ. മുള്ളങ്കി എന്നുള്ള പേര് ചിലപ്പം വരുമല്ല. മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ്. ഒരു 3 ഞാൻ കഴുകി വൃത്തിയാക്കി ചെത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം. ഇത് ഈ തോരൻ വെക്കാൻ മാത്രമല്ല, സാമ്പാറിനകത്തോ അവിയലിനകത്തോ ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം. പിന്നെ സാലഡായിട്ട് കഴിക്കാം കേട്ടോ, പച്ചയ്ക്ക്. അതിനൊക്കെ കൊള്ളാം. അപ്പം ഞാനിതിങ്ങനെ കൊത്തി അരിഞ്ഞ് തോരൻ വെക്കാൻ പോവാണേ. ഇങ്ങനെ ഞാൻ കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. എന്നപ്പോൾ ഞാനത് കൊത്തി അരിഞ്ഞുകൊണ്ട് വരട്ടെ. അപ്പം ഞാനിത് മുഴുവൻ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്നതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു ചെറിയ സവോളയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സവോളയും പച്ചമുളകും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ഞാനിതെല്ലാം കൂടെ അരിഞ്ഞ് തിരുമ്മി വെക്കാൻ വേണ്ടിയാണ്. ഇത് വെള്ളയ്ക്ക് തന്നെ തോരൻ വെക്കുന്നത്, മഞ്ഞൾ കൂട്ടി ചതച്ചൊന്നുമല്ല കേട്ടോ. ഒരു ചെറിയ സവോള അല്ലെങ്കിൽ ചുമന്നുള്ളി ഒരു 5-6 എടുത്ത് അരിഞ്ഞിങ്ങനെ ചേർക്കുക. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിമുളകും കൂടെ അരിഞ്ഞ് ചേർക്കുക. ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞു. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി നമുക്ക് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി ചേർക്കാനുള്ളത് തേങ്ങയാണ്. നമുക്ക് തോരൻ എന്തേലും ആവശ്യമുണ്ടോ അതിനനുസരിച്ച് 1 പിടിയോ 2 പിടിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങ ചേർക്കുക. തേങ്ങ കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. പിന്നെ ചിലർക്ക് വെജിറ്റബിളിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടിയത്. അങ്ങനെയുള്ളൊരു തേങ്ങ കുറച്ച് ചേർക്കുക. അപ്പോൾ ഞാൻ ആവശ്യത്തിന് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിനകത്തോട്ട് നമുക്ക് മാറ്റാവേ. അപ്പോൾ ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ റാഡിഷ് മിക്സ് ഞാൻ ചട്ടിയിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പേ വെക്കാം. മൂടി വെച്ച് ചെറുതീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കുന്നില്ല. ചെറുതീയിൽ മൂടി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് തീ സിമ്മിൽ വെച്ചിട്ട് ചട്ടി മൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാം. 4-5 മിനിറ്റ് ഒരു ചെറുതീയിൽ വെച്ചതിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് ഇളക്കിയിടുക കേട്ടോ. ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ചു. വീണ്ടും ഒന്നുകൂടെ തുറന്നു, ഒന്നുകൂടെ ഇളക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് മതി ചെറുതീയിൽ. ചിലപ്പോൾ ഇങ്ങനെ ഇളക്കാതെ നമ്മൾ മറന്നു പോകണ അടിയിലൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയിട്ടു. ഇനി ചെയ്യാനുള്ളത് ഇങ്ങനെ തന്നെ കൂട്ടാൻ വേണമെന്നുള്ളവർ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ മുകളിലോട്ട് ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കി അങ്ങ് മൂടി വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയാകുമേ. ഇച്ചിരി എണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടി ഒഴിക്കാം. ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക, മൂടി വെക്കുക. അത്രയേ ഉള്ളൂ. ഇച്ചിരി നേരം ഒന്ന് ഇളക്കാൻ വിട്ടുപോയതാണ്. അതിൻ്റെ അടിയിൽ ഇച്ചിരി പിടിച്ചത്. കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചേക്കാം. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെടുക്കുക, കഴിക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ തോരൻ അടിയിലൊരു ഇച്ചിരി പിടിച്ചതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു കളർ മാറ്റം വന്നത്. അതാണ് നമ്മുടെ മുള്ളങ്കി തോരൻ അഥവാ റാഡിഷ് തോരൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.
എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.